നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭാതല ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാക്കിനിക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മേഖലയിൽ സേവ്യർ ചില്ലപ്പള്ളി MLA സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പൈങ്കുളം റെയിൽവേ ഗേറ്റ് തകരാർ മൂലം വാഹനങ്ങൾ വഴിയിൽ കിടന്നത് മണിക്കൂറുകളോളം. റെയിൽവേ ഗേറ്റിനെ പ്രവർത്തനക്ഷമമാക്കുന്ന കേബിളിന്റെ ബലക്ഷയമാണ് ഗേറ്റ് അടച്ചിടാൻ കാരണമായതെന്ന് റെയിൽവേ അധികൃതർ. ആഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സ്പർശം എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ഷബ്ന ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി നഗരസഭാതല ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, പൂക്കള മത്സരം, വടംവലി പോലെയുള്ള പരിപാടികൾ നമുക്ക് ഒത്തൊരുമയോടുകൂടി സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ, പൂര കമ്മിറ്റിക്കാരുണ്ട്, വ്യാപാരികളുണ്ട്, വായനശാലക്കാരുണ്ട്, കുടുംബശ്രീ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഈ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു ഞങ്ങൾ യോഗം വിളിക്കണം എന്ന് മാത്രം. നമുക്ക് പൊതുവായിട്ടാണ് ഈ പരിപാടികളാകെ സംഘടിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലാകെ 5 ദിവസങ്ങളിലാകെ വിപുലമായ രീതിയിൽ നമ്മളൊരു കേന്ദ്രം എന്ന രീതിയിൽ കണ്ടിട്ടുള്ള വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളാണ്. ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ MP രമ്യ ഹരിദാസ്, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചെയർമാനായും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയുടെ ഓണാഘോഷം 2022 സെപ്റ്റംബർ 3 മുതൽ 7 വരെ തീയതികളിലായി വിപുലമായി തന്നെ നടത്തുന്നതിന് തീരുമാനിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരങ്ങൾ, വടംവലി, കൈക്കൊട്ടിക്കളി, പ്രാദേശിക ഉത്സവ കളികൾ എന്നിവ നടത്തും. ഓരോ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെ വടക്കാഞ്ചേരിയിലെ വിവിധ വിഭാഗങ്ങളുടെ പരിപാടികളും 7 മണി മുതൽ പ്രൊഫഷണൽ സംഘങ്ങളുടെ പരിപാടികളും ഉണ്ടായിരിക്കും. കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, വയോമിത്രം ക്ലബ്ബുകളുടെ കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തും. വടക്കാഞ്ചേരി സാംസ്കാരിക ചരിത്രവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന പരിപാടികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നത്. സാംസ്കാരിക നായകത്വത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുള്ള ഓരോ വടക്കാഞ്ചേരിക്കാരനും ഓണാഘോഷ പരിപാടികളിൽ മുഴുവൻ സമയവും പങ്കെടുക്കാൻ മുന്നോട്ട് വരണമെന്ന് സ്വാഗത സംഘത്തിനു വേണ്ടി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ OR, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, ജമീല B AM, കൗൺസിലർമാർ, വിവിധ പൂര കമ്മിറ്റി ഭാരവാഹികൾ, വ്യാപാരികൾ, മാധ്യമ പ്രവർത്തകർ, കുടുംബശ്രീ, യൂത്ത് ക്ലബ്ബുകൾ, വായനശാലകൾ, പ്രവാസികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, വ്യാപാരി വ്യവസായി സമിതി, ലയൺസ് ക്ലബ്ബ്, സ്പന്ദനം വടക്കാഞ്ചേരി, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി KK മനോജ് കുമാർ സന്നിഹിതനായിരുന്നു. നമ്മുടെ നഗരസഭയിൽ ഏകദേശം 100 കണക്കിന് ക്ലബ്ബുകളുണ്ട്. അപ്പൊ ക്ലബ്ബുകളുടെ മത്സരം, ടേബിളോ അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വേണോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. പൂക്കള മത്സരം നടത്താൻ വേണ്ടി നമുക്ക് കഴിയണം. വടംവലി മത്സരം നമ്മൾ ആലോചിക്കുന്നത് പുറം വന്നിട്ട് ഇങ്ങ് വന്നിട്ടല്ല, നമ്മുടെ നഗരസഭയിലെ തന്നെ ക്ലബ്ബുകൾ ആ രീതിയിൽ സംഘടിപ്പിക്കുക. നല്ലാണല്ലോ ആഘോഷമാവാൻ വേണ്ടി കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ മത്സരങ്ങളല്ല, പ്രൊഫഷണൽ പരിപാടികൾ വൈകുന്നേരം നേരങ്ങളിൽ എന്ന് പറയുന്നത് 7 മണിക്ക് ശേഷം. അപ്പോൾ ഓരോ ദിവസവും 7 മണി വരെ നാട്ടിലെ കലാപരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാം. ക്ലബ്ബുകളുടെ കലാപരിപാടിയുണ്ട്, കുടുംബശ്രീക്കാരുടെ ഉണ്ട്, വ്യക്തികളുടെ ഉണ്ട്. അത് നേരത്തെ കൂട്ടി പരിപാടി രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമുക്ക് അത് ആലോചിക്കാം. അപ്പോൾ ഒരു ദിവസം ഒരു 10 വാർഡിലെ പരിപാടികൾ എന്ന രീതിയിൽ
ഒരു വാർഡിൽ നിന്ന് ഒരു പരിപാടി എന്ന രീതിയാണെങ്കിൽ 10 പരിപാടിയായി. 10 പരിപാടിക്ക് ഒരു 2-3 മണിക്കൂർ മതിയാവും. ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ 2ാം ദിവസവും വൻ ഭക്തജനപ്രവാഹം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രോമാഞ്ചദീപ്തമൻ ദേഹം വിറയ്ക്കുന്നു വാക്കിടറുന്നോ വിയർത്തിടുന്നു. യജ്ഞവേദിയിൽ പറച്ചൊരിയിലും ഉൽപ്പന്ന സമർപ്പണവും ദേവി ഭാഗവത പാരായണവും തത്വവിചാരവും നടന്നു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊളത്തൂർ പുരുഷോത്തമൻ നായരാണ് യജ്ഞാചാര്യൻ. മാള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൗരാണികനും പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നാരായണൻ നമ്പൂതിരിയുമാണ്. സർവൈശ്വര്യവിളക്ക് പൂജ, വിദ്യഗോപാല മന്ത്രാർച്ചന, ലക്ഷ്മി കല്യാണം, കുമാരി പൂജ എന്നീ ചടങ്ങുകൾ വിവിധ ദിവസങ്ങളിലായി നടക്കും. ആഗസ്റ്റ് 9 ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രിജോ വടക്കോട്ട് യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി. ക്വിറ്റ് ഇന്ത്യ അനുസ്മരണ യോഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ധീര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു നൂറ്റാണ്ട് കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അതിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി നടത്തിയ കുറേ സമരങ്ങളുണ്ട്. ദേശീയ വസ്ത്രം ഉപയോഗിക്കുക, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് 1942 ഗ്രാമഗ്രാമാന്തരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ് യുവാക്കളുടെ ക്വിറ്റ് ഇന്ത്യ ദിനം. ആ ക്വിറ്റ് ഇന്ത്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസ് മാത്രമായി മാറിയിട്ടുണ്ടോന്നാണ്. UAE-യിലെ INCIS സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NK കബീർ മുഖ്യ അതിഥിയായിരുന്നു. MC ഐജു, PM യൂസഫ്, നജീബ് കൊമ്പത്തേയിൽ, അജു നെല്ലുവായ്, സതീഷ് ഇടമന, വിനോദിനി മങ്ങാട്, അമൃത ഷിജു, ജീസൻ ചുങ്കത്ത് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. 50-ലധികം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് സമാഹരണ സമ്മാന കൂപ്പൺ കൂടുതൽ വിതരണം ചെയ്ത കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ PM യൂസഫിനെയും ഇന്നേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ രക്തദാനത്തിന് പോകുന്ന യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ രക്തദാന സേനയിലെ യുവദമ്പതികളായ യദുകൃഷ്ണനെയും ഭാര്യ ശ്രീഷ്ണയെയും ത്രിവർണ്ണ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. തുടർന്ന് സെന്ററിലുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ, തൊഴിലാളികൾ, കടയുടമകൾ തുടങ്ങി 100-ലധികം പേർക്ക് ലഡു വിതരണം നടത്തി. യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ രക്തദാന സേനയുടെ വാർഡ് തല ബ്ലഡ് ഡാറ്റാ ബാങ്കിന്റെ ഉദ്ഘാടനാർത്ഥം സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 10 പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ രക്തദാനം ചെയ്തു. കാക്കിനിക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. കാക്കിനിക്കാട് പൂവൻതറ ഹരിദാസിന്റെ ഫാമിലാണ് ആനകൾ വീണ്ടും ഇറങ്ങി നാശം വിതച്ചത്. വലിയ തെങ്ങും പ്ലാവും ഉൾപ്പെടെ ഒട്ടേറെ മരങ്ങളും തെങ്ങിൻ തൈകളും ആനകൾ പറിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ആനകൾ ഇവിടെ എത്തിയിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സേവർ ചിറ്റിലപ്പള്ളി MLA ഫാം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. തുടർന്ന് വനംവകുപ്പ് അധികൃതരുമായി MLA സംസാരിച്ചു. 11-ന് DFO സ്ഥലം സന്ദർശിക്കുമെന്ന് MLA അറിയിച്ചു. കൂടാതെ വാഴാനി IB മുതൽ സോളാർ തൂക്കുവേലികൾ കെട്ടി സംരക്ഷണ കവചം തീർക്കുന്നതിനുള്ള ടെൻഡർ നടപടി പൂർത്തീകരിച്ചതായി DFO അറിയിച്ചതായി MLA പറഞ്ഞു. ആനകളെ തടയുന്നതിന്റെ ഭാഗമായി ആനകൾ കയറി വരുന്ന കുതിരൻ പ്രദേശത്ത് സംരക്ഷണ വേലികൾ ഒരുക്കുമെന്നും സേവർ ചിറ്റിലപ്പള്ളി അറിയിച്ചു. ആ നിലയിൽ ഊർജിതമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുക. അപ്പോൾ അടിയന്തരമായി ഇപ്പോൾ DFO ഉടൻ തന്നെ സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. കുതിരാനിൽ നിന്ന് ഇപ്പോൾ യഥേഷ്ടം ആനകൾക്ക് കടന്നു വരാനുള്ള സൗകര്യം നിലനിൽക്കുന്നതുകൊണ്ട് ആദ്യം അവിടെ തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടി
പിന്നെ സോളാറിൻ്റെ ഹാങ്ങിങ് ഫെൻസിങ് അതിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് അംഗീകരിച്ച് ഈ ആഴ്ച തന്നെ അത് ടെൻഡർ ചെയ്യും എന്നാണ് DFO പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ പിന്നെ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് വളരെ വേഗത്തിൽ കടന്നു വരാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ IB മുതൽക്കുള്ള 3 കിലോമീറ്റർ ദൂരം ഫെൻസിങ്ങിന് വേണ്ടിയുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്നത്. ജാഗ്രതയോടുകൂടി നിന്ന് പിന്നെ ആനയെ തുരത്തുന്നതിന് അല്ലെങ്കിൽ ആനയെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതിന് ആവശ്യമായ നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടി നേതൃത്വത്തിൽ രൂപപ്പെടുത്തണം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ ഫാമിൽ 7ാം തവണയാണ് കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നത്. ഇക്കുറിയും ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ മേഖലയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനക്കൂട്ടങ്ങളുടെ സാന്നിധ്യം ഇടയ്ക്കിടെ ഉള്ളതിനാൽ സമീപങ്ങളിലുള്ള റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർ നേരമെടുത്തതിന് ശേഷമാണ് ജോലിക്കിറങ്ങുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK സുരേന്ദ്രൻ, വാർഡ് അംഗം ഷൈനി ജേക്കബ്, VG സുരേഷ്, PR രാധാകൃഷ്ണൻ, വനംവകുപ്പ് ഫോറസ്റ്റർമാരായ KS സെബാസ്റ്റ്യൻ, MC മാത്യു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഷിത എന്നിവരും MLAക്കൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. 11-ാം തീയതി 12 മണിക്ക് നമുക്ക് ജാഗ്രതാ സമിതി യോഗം DFO കൂടി അന്ന് എത്തുന്നുണ്ട്. നാളെ തന്നെ ഇവിടുത്തെ 3 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് ഇടുന്നതിനാവശ്യമായ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 വാച്ച്മാൻമാരെ നൈറ്റിൽ പ്രത്യേകമായിട്ട് ആനയുടെ തുടർച്ചയായ ശല്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് നിയമിക്കുന്നതിനാവശ്യമായ രീതിയിലും DFO ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. 11-ാം തീയതി തന്നെ 2 മണിക്ക് നമ്മുടെ ആദിവാസി ഊരിലെ അവരുടെ ഊരുകൂട്ടം യോഗം ചേർന്ന് ചില നടപടികൾ ആലോചിക്കുന്നുണ്ട്. 1 കോടി രൂപ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ വാഴാനി കാക്കിനിക്കാടുള്ള പിന്നെ ആദിവാസി കോളനിക്ക്, ട്രൈബൽ കോളനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികളെ സംബന്ധിച്ചും കൂടി 11-ാം തീയതി 2 മണിക്ക് ചേരുന്ന ഒരു കൂട്ടത്തിൽ ആലോചിക്കും. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട്. എരുമപ്പെട്ടി പഴവൂരിൽ നിന്ന് മോഷണം പോയ കാളകളെ കണ്ടെത്തി. പുതുരുത്തി കോട്ടപ്പുറം റോഡരികിൽ പള്ള എന്ന പ്രദേശത്താണ് കാളകളെ പറമ്പിലെ മരത്തിൽ കെട്ടിയിട്ടതായി കണ്ടത്. പഴവൂർ പുത്തൻപീടികയിൽ മുഹമ്മദ് അലിയുടെ കാളകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. തൊഴുത്തിൽ കെട്ടിയിരുന്ന കാളകളെ അഴിച്ചുകൊണ്ടുപോവുകയായിരുന്നു. പോലീസിൽ പരാതി നൽകുകയും മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തിരുന്നു. കാളകളെ പറമ്പിൽ കണ്ട നാട്ടുകാർ ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ 13-ാം ഡിവിഷൻ 1-ാം കല്ല് മുൻ കൗൺസിലറായിരുന്ന KV ലത ടീച്ചറുടെ 1-ാം ഓർമ്മദിനം ആചരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അനുശോചന പ്രഭാഷണം നടത്തി. 1-ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. 2021 ആഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ആസർ മെഡിസിറ്റിയിൽ വെച്ച് ലത ടീച്ചറെ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനു മുമ്പ് നമ്മുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ ശാരീരികമായിട്ടുള്ള അവശതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ചികിത്സ നടത്തിയത്. തുടർന്ന് അവർക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അവർ ചികിത്സ ആരംഭിച്ച് ഒരു ഘട്ടത്തിലാണ് അവർക്ക് കോവിഡ് വന്ന് നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പൈങ്കുളം റെയിൽവേ ഗേറ്റ് തകരാർ മൂലം വാഹനങ്ങൾ വഴിയിൽ കിടന്നത് മണിക്കൂറുകളോളം. റെയിൽവേ ഗേറ്റിനെ പ്രവർത്തനക്ഷമമാക്കുന്ന കേബിളിന്റെ ബലക്കുറവാണ് ഗേറ്റ് അടച്ചിടാൻ കാരണമായതെന്ന് റെയിൽവേ അധികൃതർ. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് തകരാർ മൂലം ഗേറ്റ് അടച്ചിട്ടത്. റെയിൽവേ ഗേറ്റ് ഉയർത്തുന്ന കേബിളിന് ബലക്ഷയം സംഭവിച്ചത് റെയിൽവേ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അപകടം ഉണ്ടായേക്കാവുന്ന ആശങ്കയിലാണ് ഗേറ്റ് അടച്ചിട്ടത് എന്നാണ് അധികൃതർ പറയുന്നത്. ഉടൻ തന്നെ റെയിൽവേ ടെക്നീഷ്യൻ എത്തി ഗേറ്റ് റിപ്പയർ ചെയ്ത് തുറന്നുകൊടുത്തു. ഗേറ്റ് അടച്ചിട്ടത് അറിയാതെ വന്ന വാഹനയാത്രക്കാർക്ക് ഏറെ പ്രയാസമാണ് സൃഷ്ടിച്ചത്. അടിയന്തരമായി പൈങ്കുളം റെയിൽവേ ഗേറ്റ് മാറ്റി മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ പ്രതീഷ് ആവശ്യപ്പെടുന്നത്. 11 മണിക്ക് അടച്ചതാണ്. അത് എന്താ ഗേറ്റ് എന്താ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരുവിധം വണ്ടികളൊക്കെ 2-3 കിലോമീറ്റർ അപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ഹോസ്പിറ്റൽ കേസും പിന്നെ ഒരു മരണ കേസുകളൊക്കെ അപ്പുറത്ത് കൂടെയാണ്. ഇവിടെ വന്ന് റിവേഴ്സെടുത്ത് ബസ്സും എല്ലാം അപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. ഒരു 3 കിലോമീറ്റർ ചുറ്റിട്ട് വേണം പോകാൻ. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്.
അതൊരു മേൽപ്പാലം വഴിയടിച്ച് അടിയന്തരമായിട്ട് മേൽപ്പാലം വരികയെന്ന് വെച്ചാൽ അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ 11 മണിക്ക് അടച്ചിട്ട് ഇപ്പോൾ 1:30 സമയത്താണ് ഇപ്പോൾ വണ്ടികൾ വിടാൻ തുടങ്ങിയിരിക്കുന്നത്. ആഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവും GSTയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സംവാദവും വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വ്യാപാര ഭവനിൽ വെച്ച് മൊമെന്റോ നൽകി അനുമോദിച്ചു. സ്റ്റേറ്റ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. GST രജിസ്ട്രേഷനെ കുറിച്ചും ഇൻപുട്ട് ടാക്സിനെ കുറിച്ചും വ്യാപാരികളുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. പക്ഷേ ഇന്നിപ്പോ ഞാൻ ഒരു മുന്നേറ്റമില്ല. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് GST വന്നിട്ട് ഇനിയിപ്പോ അതിന്റെ രജിസ്ട്രേഷൻ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവർക്കും ഏതാണ്ടൊക്കെ ധാരണയും നോട്ടീസുകൾ കിട്ടി തുടങ്ങി, പഴയ അടച്ചു തുടങ്ങി. അപ്പൊ അത് എന്തൊക്കെയാണ് പോണത് എന്നുള്ളതൊക്കെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ അത് ഇങ്ങനെയൊന്നും അല്ലാതെ അങ്ങനെയാണെന്ന് പറയാം. അപ്പൊ മുമ്പതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പറയാമായിരുന്നു നിങ്ങളോട് ഇത് ഇങ്ങനെയാണ് വരാൻ പോകുന്നതെന്നും ഇത് 2 തരത്തിലുള്ള നികുതി ഒറ്റ തരത്തിലേക്ക് ആക്കി മറ്റേ പാർലമെന്റിൽ പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന്റെ ഘോരഘോരം ഇതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ അത്ര സ്മൂത്ത് അല്ല ഈ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ 5 കൊല്ലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര സ്മൂത്ത് അല്ല GST എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും വെച്ചാൽ ഒന്നും അല്ലാന്ന് പറയാൻ കാരണം വളരെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാലും പറയാ ഗുഡ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. വളരെ നല്ലൊരു നികുതി സമ്പ്രദായം എന്ന രീതിയിലൊക്കെ നമ്മൾ വളരെയധികം വന്നൊരു സാധനം. ഏതാണ്ട് 1000-ലധികം നോട്ടിഫിക്കേഷൻ സർക്കുലേഴ്സും വന്നിറങ്ങി കഴിഞ്ഞു. ഇത് എന്താണ് ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ നമ്മൾ വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് വൈവിധ്യമാർന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ രാജ്യം. പല സ്ഥലങ്ങളിലും എന്താ പറയുക നടപ്പിലാക്കുന്ന രീതികളല്ല, പല സ്ഥലങ്ങളിലും കമ്മോഡിറ്റികൾ വ്യത്യാസമാണ്. അവിടുത്തെ രീതിയല്ല, പലത് മാനുഫാക്ചറിംഗ് സ്റ്റേറ്റാണ്, കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഇവിടെയൊക്കെ ഒരു യൂണിഫോം ആയിട്ട് നികുതി സമ്പ്രദായം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വളരെ വലുതാണ്. ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, ട്രഷറർ സലാം എന്നിവർ സന്നിഹിതരായിരുന്നു. ജീവിതത്തിനോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പാഠപുസ്തകത്തിൽ നിന്ന് കവിഞ്ഞുകൊണ്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റും, ജീവിതം നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ കുട്ടികൾക്ക് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് സംവദിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലില്ല. ഈ നമുക്ക് സംസാരിക്കണമെങ്കിൽ, ഇതുപോലെ പ്രസംഗിക്കണമെങ്കിൽ, ഇത് ഞാൻ എൻ്റെ വലിയ പ്രസംഗമെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രസംഗിക്കണമെങ്കിൽ, സംവദിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളാണ്. പുസ്തകത്തിൻ്റെ കെമിസ്ട്രി ഫിസിക്സ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവില്ല. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവുമായി പ്രതീക്ഷകളുടെ നെൽക്കതിരുകൾ കൊത്തിയെടുക്കാൻ ആറ്റത്ര പാടശേഖരത്തിൽ പാറിപ്പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ ആരുടെയും മനം കുളിർക്കുന്ന കാഴ്ചയാണ്. കാർമേഘങ്ങൾ മാറി പ്രതീക്ഷകളുടെ വെയിലിലേക്ക് പറക്കുന്ന പക്ഷികൾ കാർഷിക മേഖലയിലൂടെയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും കാർഷിക വിളകൾക്കായി കൃഷിസ്ഥലങ്ങൾ ഒരുക്കി മുണ്ടകൻ കൃഷിക്കായി അണിഞ്ഞൊരുങ്ങുകയാണ് ആറ്റത്ര പാടശേഖരം. വ്യത്യസ്തതയാർന്ന പല പക്ഷികളും എത്തിച്ചേർന്ന് പാടശേഖരങ്ങളിലൂടെ വർണ്ണ ചിറകുകൾ വീശി പാറിപ്പറക്കുന്ന കാഴ്ചകൾ കാർഷിക മേഖലയിൽ നെഞ്ചിലേറ്റുന്ന കർഷകർക്കും മണ്ണിനെ സ്നേഹിക്കുന്നവർക്കും മനം കുളിരുന്ന കാഴ്ചയാണ്. ഒപ്പം താറാവുകൂട്ടങ്ങളും തീറ്റയ്ക്കായി വിരുന്നെത്തിയിരിക്കുന്നു. ഇത്തരം കാഴ്ചകളാണ് ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നത്. ആഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ പതാക ദിനം ആചരിച്ചു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ പതാക ഉയർത്തി. പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ 5% GST ഏർപ്പെടുത്താനുള്ള തീരുമാനം വന്നതോടെ കേരളത്തിലെ ഭൂരിഭാഗം ചെറുകിട പലചരക്ക് വ്യാപാരികളും GST പരിധിയിലായെന്നും സാങ്കേതിക വിദ്യ വശമില്ലാത്ത കച്ചവടക്കാർ ഏറെ ദുരിതത്തിൽ ആയെന്നും ഇതിനു പുറമെ GST ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധനയും ചെറിയ വീഴ്ചയ്ക്ക് പോലും ഭീമമായ പിഴ ചുമത്തി കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അജിത് മല്ലയ്യ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ PS അബ്ദുൽ സലാം, എൽദോ പോൾ, KA മുഹമ്മദ്, CA ശങ്കരൻകുട്ടി, CA ഷംസുദ്ദീൻ, ഫ്രാൻസിസ്, ഷിജു തലക്കോടൻ, പ്രശാന്ത് P മേനോൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ മധുര വിതരണം നടത്തി. പടുത്തുയർത്തിയത് തൃശ്ശൂരിലെ വ്യാപാരികളാണ്. 81-ൽ എറണാകുളത്ത് ചേർന്ന മീറ്റിങ്ങിൽ വെച്ചാണ് നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കലും അന്ന് സംസ്ഥാന പ്രസിഡൻറ്റും സംസ്ഥാന സെക്രട്ടറിയും തിരഞ്ഞെടുത്തുകൊണ്ട്
ഇന്ന് കാണുന്ന ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപം കൊണ്ടത്. അതിനു മുമ്പ് കേരളത്തിലെ എല്ലാ ഭാഗത്തും മർച്ചൻ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നുള്ള പല പേരുകളിലായിട്ടാണ് നമ്മൾ വ്യാപാരികൾ സംഘടിച്ചിരുന്നത്. ആഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സ്പർശം എന്ന പേരിൽ രക്തദാന ക്യാമ്പ് നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ചെറുപ്പക്കാരായ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ നേതാക്കൾ അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് നൽകിയ പങ്ക് അത് വിളിച്ചോതിക്കൊണ്ടാണ് ഇന്ന് ഇതുപോലെ എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം ആ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ അവർ നൽകിയ പങ്ക്, ആ ഒരു കാലഘട്ടം വിളിച്ചോതിക്കൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ 62ാമത്തെ ജന്മദിനം ഇന്ന് ആചരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AN ഹംസ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാട്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ബാബുരാജ് കണ്ടേരി, ശശിമംഗലം, ഇൻകാസ്, ജില്ലാ സെക്രട്ടറി ബിജു ഇസ്മായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ മുസ്തഫ ഹംസ, അനീഷ് അകമ്പാടം, അൻസിദ് അഹമ്മദ് കുട്ടി, നൌഫൽ NN, രാകേഷ് അകമ്പാടം, ജിബിൻ അകമ്പാടം, നിഹാൽ റഹ്മാൻ, KSU ജില്ലാ സെക്രട്ടറി VM മനീഷ് എന്നിവർ നേതൃത്വം നൽകി. ജീവൻ രക്ഷയ്ക്ക് ഒറ്റയാൾ പോരാട്ടം. ചെറുതുരുത്തിയിൽ ഇരുചക്രവാഹനം മിനി ആംബുലൻസാക്കി മാറ്റി അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുകയാണ് നിഷാദ് എന്ന യുവാവ്. ചെറുതുരുത്തി ഭാരതപ്പുഴയ്ക്കരികിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്ന വരവൂർ തളി നടുവട്ടം പിലാക്കാട് സ്വദേശി തറയിൽ വീട്ടിൽ 42 വയസ്സുള്ള നിഷാദാണ് ഇരുചക്രവാഹനം മിനി ആംബുലൻസാക്കി മാറ്റി അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സായാഹ്നങ്ങളിൽ ഭാരതപ്പുഴയോരത്തെത്തുന്നവർക്ക് ഏറെ സുപരിചിതനാണ് ഈ യുവാവ്. കച്ചവടത്തിനപ്പുറം ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ നന്മയുള്ള മുഖം കൂടിയാണ് നിഷാദ്. പുഴയുടെ അടിയൊഴുക്കറിയാതെ ഇറങ്ങുകയും അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് നിഷാദ് രക്ഷാപ്രവർത്തകനായത്. 4 ദിവസമായി പൈങ്കുളം തൊഴുപ്പാടത്ത് പുഴയിൽ കാണാതായ വയോധികയ്ക്ക് വേണ്ടി അധികൃതരോടൊപ്പം തിരച്ചിലിലാണ് ഈ യുവാവ്. ഇവിടെ അറിയാതെ കുറെ ആളുകൾ ഒഴുക്കിൽപ്പെടാറുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ 4 ദിവസം മുന്നേ വാഴാലിക്കാവിലെ ഒരു 80 വയസ്സുള്ള സ്ത്രീ പറ്റി. അതിപ്പോൾ 4 ദിവസത്തോളമായി തിരച്ചിൽ. അത് വടക്കാഞ്ചേരി ഫയർഫോഴ്സും ഷൊർണൂർ ഫയർഫോഴ്സും അവരുടെ ടീമിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു തിരച്ചിൽ. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഒന്ന് പറയാനുള്ളത്, ചെറിയ മക്കൾ പുഴയിൽ ഇറങ്ങാണ്ടിരിക്കുക. നീന്താൻ അറിയുമെങ്കിലും ഒഴുക്കുള്ള സ്ഥലത്ത് ശ്രദ്ധിച്ചിറങ്ങുക. അത് വളരെ ശ്രദ്ധിക്കുക. ഒരു 10-12 ആളുകളെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സും പോലീസും ടീമായി വർക്ക് ചെയ്ത് 10-12 ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഭാരതപ്പുഴയിൽ നിന്ന് മാത്രം 12 ജീവനുകൾ മുങ്ങിയെടുത്തു. മികച്ച രീതിയിൽ നീന്താൻ അറിയുന്നത് ഈ യുവാവിന്റെ ജീവൻ രക്ഷയുടെ കരുത്തായി. ഈ പ്രവർത്തനത്തിൽ വലിയ ആത്മീയ സംതൃപ്തി ലഭിച്ചതോടെ ജീവിതത്തിലുടനീളം മഹനീയ പ്രവൃത്തികൾ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അപകടം ഒളിഞ്ഞിരിക്കുന്ന വിവരം വിനോദസഞ്ചാരികൾക്ക് അറിയിപ്പായി നൽകാറുമുണ്ട്. മഴ ശക്തി പ്രാപിച്ച ഈ സാഹചര്യത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിഷാദിനെ വിളിച്ചിരുന്നു. ഇതോടെ തന്റെ ഇരുചക്രവാഹനം മിനി ആംബുലൻസാക്കി മാറ്റുകയായിരുന്നു. എവിടെ നിന്നും ഫോൺ വന്നാലും തന്റെ ഇരുചക്രവാഹന മിനി ആംബുലൻസുമായി യുവാവ് ഓടിയെത്തും. ഏത് ദുഷ്കരമായ സാഹചര്യത്തിലും
സധൈര്യം തിരച്ചിലിന് നേതൃത്വം നൽകും. പോലീസിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്നുമെല്ലാം നിഷാദിനെ തേടി വിളിയെത്തും. ഇനിയും ഈ സൗജന്യ സേവനം തുടരുമെന്ന് നിഷാദ് പറയുന്നു. ഒരിക്കലും ഞാനൊരു വേതനം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഇത് കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു കാര്യം. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ചെറിയൊരു ബോട്ട് അതുകൂടി ഉണ്ടെങ്കിൽ ഒരാൾ പോലും ഇവിടെ മരണപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു ചെറിയൊരു ബോട്ട് കൂടി ഉണ്ടെങ്കിൽ ഒരാൾ പോലും ഇവിടെ മരണപ്പെടില്ല. അത് ഞാൻ കരുതി. ശക്തമായ കാറ്റിലും മഴയിലും കാഞ്ഞിരക്കോട് പാരാത്തുകുളം പെരിങ്ങാട്ട് വീട്ടിൽ ചന്ദ്രന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകടം നടക്കുന്ന സമയത്ത് ചന്ദ്രനും ഭാര്യ പ്രീതയും മക്കളായ പ്രിയദർശൻ, അനുജിത്ത്, അർജിത്ത് എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. ഓട് വീണ് ചന്ദ്രന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് പരിക്കുകളില്ലാതെ ഭാര്യയും മക്കളും രക്ഷപ്പെട്ടത്. പരിക്ക് പറ്റിയ ചന്ദ്രനെ നാട്ടുകാർ വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റി തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. രോഗികൾക്ക് മരുന്നുമില്ല, രോഗികൾക്ക് മരുന്നുമില്ല. അയ്യയ്യേ ഇത് നാറിയ കാഴ്ച, അയ്യയ്യേ ഇത് നാറിയ കാഴ്ച, അയ്യയ്യേ ഇത് നാറിയ കാഴ്ച, അയ്യയ്യേ ഇത് നാറിയ കാഴ്ച. പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സർക്കാർ ആശുപത്രിയിലെ മരുന്നുക്ഷാമം പരിഹരിക്കുക, രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, രാത്രികാല ഡോക്ടർ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ഷബ്ന ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ മുരളീധരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മായ വൈശാഖ്, ഷമീർ അലി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KG സന്തോഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് A മുരളി, KSU മണ്ഡലം പ്രസിഡന്റ് KJ അർജുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറാൻ സാധിക്കാതെ, ആരോഗ്യം പോലും നോക്കാൻ കഴിയാതെ, സാധാരണ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്ന് പോലും ലഭ്യമാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭരണമാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യങ്ങളും ജനത്തിന് ഇന്ന് ലഭ്യമാകുന്നില്ല. സാധാരണപ്പെട്ട പലചരക്ക് കച്ചവടവും പച്ചക്കറി പോലുള്ള എല്ലാത്തിനും ഇന്ന് വളരെയധികം വിലക്കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ്. ഓഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര യൂത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സ്ക്വയറിൽ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. 1942 സിന്ദാബാദ്, 1942 സിന്ദാബാദ്. ക്വിറ്റ് ഇന്ത്യ ദിന സിന്ദാബാദ്, ക്വിറ്റ് ഇന്ത്യ ദിന സിന്ദാബാദ്, ക്വിറ്റ് ഇന്ത്യ ദിന സിന്ദാബാദ്, ക്വിറ്റ് ഇന്ത്യ ദിന സിന്ദാബാദ്. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജസ്റ്റിസ് പണങ്ങാടൻ യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. PS റഫീഖ് ക്വിറ്റ് ഇന്ത്യ സന്ദേശം നൽകി. നേതാക്കളായ വിനോദ് മാടവന, സന്തോഷ് എറക്കാട്, AA ബഷീർ, CP ഔസേപ്പ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. CO അലോഷ്യസ്, PJ ക്രിസ്റ്റീൻ, KJ ആൻസ്റ്റീൻ, AA അൻവർ, AB സഞ്ജയ്, PS ആൽബിൻ, CV അലക്സ്, KV ആൽബിൻ, AB ആഷിഖ്, AA ആമീൻ, NC അഖിൽ, PJ അസീസ് എന്നിവർ നേതൃത്വം കൊടുത്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ കുടുംബശ്രീ ADS 25ാം വാർഷികവും ബോധവൽക്കരണ ക്ലാസും ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1ാം മൈൽസിൽ വെച്ച് നടന്നു. വാർഡ് മെമ്പർ PM സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ADS മെമ്പറും തൃശൂർ ജില്ലാ മുൻ പഞ്ചായത്ത് മെമ്പറായ റംല ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV സുചിത്ര മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI സുഭാഷ് EV ബോധവൽക്കരണ ക്ലാസ് നടത്തി. അപ്പോൾ അതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുട്ടികളെ ആദ്യമായിട്ട് വളർത്തേണ്ടത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയും, സൗഹൃദ മനോഭാവം. ഏത് സഹജീവികളോടും സഹപ്രവർത്തകരോടും അല്ലെങ്കിൽ സഹപാഠികളോടും നമ്മുടെ എല്ലാ ജനവിധ ആൾക്കാരോടും സൗഹൃദ മനോഭാവം വളർത്തിക്കൊണ്ടുവരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴാണ് നമ്മൾ ഈ എതിർ ലിംഗത്തിൽപ്പെട്ട, അതായത് ഒരു ആൺകുട്ടിയാണെങ്കിൽ
ആ പെൺകുട്ടികളെ അവർ സൗഹൃദ മനോഭാവത്തോടെയും അവർ നന്നായിട്ട് നല്ല സുഹൃത്തുക്കളെ പോലെ ഇടപഴകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഒരു പുതിയ ഒരു തീരുമാനം, ഇത് ബോയ്സ് സ്കൂളുകളോ ഗേൾസ് സ്കൂളുകളോ വേണ്ട, എല്ലാം മിക്സഡ് സ്കൂളുകൾ മതി എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് വരുന്നുണ്ട് സർക്കാർ. അതിന് ക്രമേണ ഇപ്പോൾ ആരെങ്കിലും അപേക്ഷ കൊടുത്താൽ സർക്കാർ അത് മാറ്റും. ഇനി അതല്ല, പിന്നീട് അത് എല്ലാം മിക്സഡാക്കി മാറ്റും. അതിന് കുറേ ഗുണങ്ങളുണ്ട്. കാരണം ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇടകലർന്ന് വളർന്ന് വരുമ്പോൾ അവരിലുള്ള സൗഹൃദം, പരസ്പര ബഹുമാനം ഉണ്ടാവും. ADS മെമ്പർ PM പുഷ്പലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഉദ്യോഗസ്ഥന്മാരായ M ശ്രീദീപ്, LA ഫൈസൽ, വള്ളത്തോർ ഗ്രാമപഞ്ചായത്തിലെ വുമൺ ഫെസിലിറ്റേറ്റർ കൗൺസിലർ KK കീർത്തന, CDA ചെയർപേഴ്സൺ IG മിനി, ADS വൈസ് ചെയർപേഴ്സൺ PY ബുഷറ, ADS മെമ്പർ അജിത നന്ദി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ തിരിതാഴും സന്ധ്യാസൂര്യൻ നിഴമഞ്ഞി നീങ്ങും പോലെ ഒരു പാവം പൂമുട്ടായി ചേർന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണ വിപണി. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 4795 രൂപയും പവന് 320 രൂപ വർദ്ധിച്ച് 38,360 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം. RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പുത്തൻപള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി നഗരസഭാതല ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാക്കിനിക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മേഖലയിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പൈങ്കുളം റെയിൽവേ ഗേറ്റ് തകരാർ മൂലം വാഹനങ്ങൾ വഴിയിൽ കിടന്നത് മണിക്കൂറുകളോളം. റെയിൽവേ ഗേറ്റിനെ പ്രവർത്തനക്ഷമമാക്കുന്ന കേബിളിന്റെ ബലക്ഷയമാണ് ഗേറ്റ് അടച്ചിടാൻ കാരണമായതെന്ന് റെയിൽവേ അധികൃതർ. ആഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സ്പർശം എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ഷബ്ന ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.